കോഴിക്കോട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് തെരുവത്ത് കടവ് ഞാൻ നോക്കിയ ടൈമിൽ ഉത്സവം തുടങ്ങാനായതുകൊണ്ട് മൊത്തം വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഫെബ്രുവരി 11 to 18 വരെയാണ് ഉത്സവം. അങ്ങനെ ഞാൻ കോഴിക്കോട് എത്തുമ്പോഴത്തേക്ക് ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. സൂര്യനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ വാലായ നിതിൻ ജ്യൂസും ഉണ്ട്. ഇവൻ്റെ പുതിയ കേസ് കണ്ടോ ഗൈസ്? നിങ്ങൾ ലൈഫിൽ രണ്ട് കാര്യത്തിന് ഇവനെ റെസ്ട്രിക്റ്റ് ചെയ്യാറുള്ളൂ. ഒന്ന് സിഗരറ്റ് വലിക്കുന്നതും, രണ്ടാമത് ഈ കേസ് വാങ്ങി കൂട്ടൽ പരിപാടി. അതിൻ്റെ കാര്യം ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് ഈവനിങ് ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാണ്ടാണ് വന്നത്. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഗോകുലം ഗ്രാൻഡിലേക്കായിരുന്നു പോയത്. ഇനി നേരത്തെ ബാക്കി പറയാം. ഇവൻ ഈ മൊബൈൽ കേസസ് വാങ്ങിക്കൂട്ടുന്നതിന്റെ വലിയൊരു ക്രേസ് തന്നെ. അപ്പൊ നിങ്ങൾ കരുതും ഇതാണ് ഇത്ര റെസ്ട്രിക്ട് ചെയ്യാനുള്ള കാര്യമൊക്കെ. അത് ഇവൻ ആഴ്ചയിൽ ഒരു കേസെങ്കിലും വാങ്ങും, അതും മിനിമം 500-1000 കൊടുത്തിട്ട്. ഇങ്ങനെ അനാവശ്യമായി പൈസ ചെലവാക്കുന്നതിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അതും ഷോപ്സിലൊക്കെ അവൈലബിൾ ആവുന്നതിന് മുമ്പേ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് റെയറായിട്ടുള്ള ലിമിറ്റഡ് പീസസ് വാങ്ങി. ഇനി ഓൺലൈൻ തപ്പിപ്പിടിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവന് നാട്ടിൽ കാണുന്ന എല്ലാ മൊബൈൽ ഷോപ്പിലും കയറുകയും ചെയ്യണം. എന്നിട്ട് കേസ് മൊത്തം തപ്പിയെടുക്കുകയും ചെയ്യണം. ഈ ഒരു അസുഖവൻ ഉള്ളത് കൊണ്ട് ഇവനെയും കൂട്ടി എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഇവന് വേണ്ടിയിട്ട് തന്നെ ഇതിന് പോകും. ഇവൻ ഇങ്ങനെ ഒരു അസുഖം ഉള്ളത് ഇവനെ അറിയുന്ന ഏകദേശം എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നത് ഈ ഒരു അസുഖത്തിന്റെ പേരെന്ന് പറയുകയാണെങ്കിൽ കെയ്സോമേനിയ സിൻഡ്രോം, അങ്ങനെ എന്തോ സാധനം തോന്നുന്നു. ബൈ ദ ബൈ, ഇങ്ങനെയുള്ള അസുഖമുള്ള ഏതെങ്കിലും ഒരു കമ്പനിക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം, എൻ്റെ ഒരു ആശ്വാസത്തിനാണ്.